ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അഗ്നികുണ്ഡത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ആശൂറ ദിവസത്തിലായിരുന്നു. ധിക്കാരിയായ നമ്രൂദ് രാജാവായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അഗ്നികുണ്ഡത്തിലിട്ട് ചുട്ടരിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. എന്നാൽ ഒരു രോമത്തിനു പോലും പോറലേൽക്കാതെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സുസ്മേരവദനായി അഗ്നികുണ്ഡത്തിൽ നിന്ന് തിരിച്ചിറങ്ങി വന്ന് രക്ഷപ്പെട്ടത് ആശൂറ ദിവസത്തിലായിരുന്നു. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് തൗറാത്ത് എന്ന വിശുദ്ധ വേദഗ്രന്ഥം ഇറക്കിക്കൊടുത്തത് മുഹറമിൻ്റെ ആശൂറ ദിനത്തിലായിരുന്നു. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നിരപരാധിയായിരിക്കെ അപരാധങ്ങൾ ചുമത്തപ്പെട്ട് തുറങ്കിലടയ്ക്കപ്പെട്ടു 7 വർഷക്കാലം. ആ നീണ്ടകാല ജയിൽവാസത്തിന് ശേഷം മോചിതനായത് ആശൂറ ദിനത്തിലാണെന്ന് പലരും രേഖപ്പെടുത്തിയതായി കാണാം. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പിതാവാകുന്ന പ്രവാചകരായ യാഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ പുത്രനാകുന്ന യൂസുഫ് നബിയെ കാണാതെ പോയ സന്ദർഭത്തിൽ ദീർഘകാലം വിരഹദുഃഖത്തിൻ്റെ വേദനയിൽ കരഞ്ഞ് കരഞ്ഞ് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. പിന്നീട് നീണ്ട കാലങ്ങൾക്ക് ശേഷം യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പവിത്രമായ പുടവ വസ്ത്രം ആ വസ്ത്രം കൊണ്ട് മുഖത്ത് തടവിയപ്പോഴാണ് കാഴ്ച തിരിച്ചു ലഭിച്ചത്. അങ്ങനെ കാഴ്ച തിരിച്ചു കിട്ടിയ ദിവസമാണ് ആശൂറ മുഹറം 10. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പ്രബോധന ഗോദയിൽ നീണ്ടകാലം പരിശ്രമങ്ങൾ നടത്തി. പ്രവാചകന്മാരിൽ നിന്നുള്ള അത്ഭുത സംഭവങ്ങളാകുന്ന മുഅ്ജിസാത്തുകൾ കാണിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയുണ്ടായി. എന്നാൽ ധിക്കാരികളായ ദുർവാശിക്കാരായ ജനങ്ങൾ അത് അംഗീകരിച്ചില്ല. അതിനാൽ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നാടുവിടുകയുണ്ടായി. ശർഈയായ വീക്ഷണത്തിൽ അതൊരു തെറ്റല്ല. എന്നാൽ അള്ളാഹുവിന് പ്രിയപ്പെട്ട ആൾ എന്ന നിലയിൽ അള്ളാഹുവിനോട് ഒരു അനുവാദം തേടൽ ഒരു മര്യാദയായിരുന്നു. അത് പാലിക്കാത്തതിനാൽ വലിയ ഒരു തിമിംഗലത്തിൻ്റെ വയറ്റിൽ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അകപ്പെട്ടുപോയി. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു കപ്പലിൽ കയറി. ചില കാരണങ്ങളാൽ ആ കപ്പലിൽ നിന്ന് സമുദ്രത്തിലേക്ക് എറിയപ്പെട്ടു. അങ്ങനെ ഒരു തിമിംഗലം വന്ന് പ്രവാചകരെ വിഴുങ്ങുകയാണ്. ഫൽതഖമഹുൽ ഹൂതു വഹുവ മുലീം. ഹിമാകാരനായ ഒരു തിമിംഗലം നബിയെ വിഴുങ്ങി. അദ്ദേഹം വളരെ ദുഃഖിതനായി തീർന്നു. അങ്ങനെ മത്സ്യവയറ്റിൽ കിടന്നുകൊണ്ട് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന തസ്ബീഹുകൾ ചൊല്ലിയപ്പോൾ അല്ലാഹു തആല സ്വീകരിച്ചു, രക്ഷാമാർഗം തുറന്നുകൊടുത്തു. അങ്ങനെ ആ മത്സ്യം കരയിൽ കൊണ്ടുപോയി തുപ്പുകയാണ്. അങ്ങനെ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം രക്ഷപ്പെട്ടത് ആശൂറയിലാണെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു.